പരിശുദ്ധമായ ആ ഷഅർ മുബാറക്കിന്റെ എല്ലാ മഹത്വങ്ങളെയും ഇവരില്ലാതെയാക്കുകയല്ലേ ചെയ്തത്. ഇപ്പൊ എവിടെ എത്തി ഇവരുടെ വാദം നോക്കുന്നത്? ഇപ്പൊ എവിടെത്തി? ഇവരുടെയും മുടി സമർത്ഥിക്കാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഷഅർ മുബാറക്കിന് നേരുണ്ടാകുമെന്ന വാദത്തിലേക്ക് എത്തിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഅർ മുബാറക്കിന് നേരുണ്ടാകുന്ന വാദത്തിലേക്ക് എത്തി. നമ്മൾ പരിശോധിക്കാൻ തയ്യാറുണ്ടോ ചോദിച്ചപ്പോ ഇവരുടെ പുസ്തകത്തിൽ എന്തായിരുന്നു വെച്ചത്? OM കരവണയിൽ വെച്ചെന്താ? നേരുണ്ടോ എന്ന് പരിശോധിക്കൽ യുക്തിവാദമാണ്. നേരുണ്ടോ എന്ന് പരിശോധിക്കൽ യുക്തിവാദമാണ്. പിന്നെ പറഞ്ഞു റസൂലുള്ളാഹിക്ക് മേലെന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഷഅർ മുബാറക്കിന് നേരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പേരോട് ദർമാ സക്കാഫി എന്റെ കയ്യിൽ കാണുന്ന സെൻസിംഗ്. ഈ സെൻസിംഗ് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പേരോട് ദർമാ സക്കാഫി പറഞ്ഞെന്താ അറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് നേരുണ്ടാവില്ല എന്ന് സമ്മതിക്കാം, പക്ഷേ അതുകൊണ്ട് മുടിക്ക് ഇല്ല എന്ന് കിട്ടില്ല. അപ്പൊ ശരീരത്തിൽ പെട്ടതല്ലേ ഈ തിരുമുടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് നേരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് മുടിക്കുണ്ടായിക്കൊള്ളുമോ? ഇല്ല എന്ന് കിട്ടുന്നില്ല. മുടിക്കുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ആര് പറഞ്ഞു? പേരോടത്തർമ സക്കാഫി സെൻസിലുള്ള പറഞ്ഞു. മാത്രമല്ല ഇപ്പോൾ പേരോടത്തർമ സക്കാഫി പറയണം എന്താ അറിയോ? ശരീരത്തിന് തന്നെ വേണമെങ്കിൽ നേരുണ്ടാവാം, ഉണ്ടാവാതിരിക്കാനായി. ആദ്യം മുടിയെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട ആ ജസദിന് തന്നെ നേരുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അത് ചിലപ്പുണ്ടാവും, ചിലപ്പുണ്ടാവാതിരിക്കാം. ഉണ്ടായെന്ന് എനിക്ക് ഹദീസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഹദീസുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം നാദാപുരത്തുകൊണ്ട് പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം ഉണ്ടാക്കിയ ഒരാൾ വന്നുകൊണ്ട് ചോദ്യം എഴുതി കൊടുത്തുണ്ടാക്കിയതാണ്. ആ ചോദ്യത്തിന് മറുപടി കൊണ്ട് അദ്ദേഹം പറഞ്ഞു നിൽക്കുന്നത്. എന്നല്ല, നിഴൽ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും എവിടെയും എങ്ങനെയും നേരുണ്ടാകാറുണ്ട് എന്നുമല്ല. കണ്ടോ? എന്ത് എപ്പോഴും നേരുണ്ടായിക്കോളുമെന്നുമില്ല, എപ്പോഴും ഉണ്ടാവാതിരുന്നുകൊണ്ടൊന്നുമില്ല. ഉണ്ടാവാതിരിക്കാം. എവിടേക്കെത്തി? വഹാബിസല്ലേ പ്രചരിപ്പിക്കുന്നത്. എന്നാൽ പേരോടിന്റെ മറുപടി പേരോടിന്റെ ശിഷ്യനെന്ന് പറയട്ടെ. ഇതേതാ പുസ്തകം? ഇത് പേരോടിന്റെ ശിഷ്യൻ എഴുതിയതാണ്. അക്ഷരമാലയിൽ കോർത്ത കീർത്തനമാണ് അല്ലഫൽ വ്യാഖ്യാനം. പുളിയങ്കോട് അബ്ദുൽ മജീദ് സക്കാഫി. ഇതാരാ പുറത്തിറക്കുന്നത്? ഇതിന്റെ പ്രസിദ്ധീകരണം ഏറ്റെടുത്തിട്ടുള്ളത് ഇവരുടെ സ്ഥാപനം തന്നെ, കുറ്റിയാടി പബ്ലിക്കേഷൻ. പേരോടിന്റെ സ്ഥാപനത്തിൽ പഠിച്ച പേരോടിന്റെ ശിഷ്യൻ പേരോടിന്റെ മറുപടി പറയുന്നു. പേരോട് പറഞ്ഞെന്താ? എപ്പോഴും മേലുണ്ടായിക്കോളം എന്നുമില്ല, ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. പേരോടിന്റെ ശിഷ്യൻ പറഞ്ഞോട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനി കത്തിജ്വലിക്കുന്ന സൂര്യൻ പോലെയാണ്. സൂര്യന് നേരുണ്ടാവില്ലല്ലോ, തങ്ങളുടെ തിരുദേഹത്തിനും നേരുണ്ടാവുകയില്ല. അത് സദാ പ്രഭവീഷിക്കൊണ്ടിരിക്കുന്നു. സദാസമയം, എപ്പോഴെങ്കിലുമല്ല, എപ്പോഴും പ്രകാശമാണ്. സദാസമയത്തും പ്രകാശമാണ്. അത് ഒരു ഭാഗത്ത് മാത്രമല്ല, എല്ലായിടത്തും. നോക്കൂ നിങ്ങൾ, ഇത് മഫായിമാണ്. ഇവർ വല്ലാതെ പുകഴ്ത്തിപ്പെടാറില്ലേ? സയ്യിദ് അലിയുൽ മാലിക്കി മഹാനുള്ള കിതാബാണ് മഫായിമിന്റെ ജിബാനത്ത് സഹായ എന്ന് പറയുന്ന കിതാബാണ്. ഇതിൽ പറയുന്നു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞപ്പോൾ വലം യകുല്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലുണ്ടാകാറില്ല എന്ന് പറഞ്ഞ അവസാനം പറഞ്ഞുകൊണ്ടെന്ന് പറയുന്നു, എവിടുണ്ടാവില്ല? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ ഭാഗങ്ങളിലും. പേരോട് പറഞ്ഞെന്താ? ആദ്യം പറഞ്ഞെന്താ? എവിടെ മുടിക്ക് ശരീരത്തിനില്ല എന്നതുകൊണ്ട് മുടിക്കില്ല എന്ന് കിട്ടുന്നില്ല. ഫൈബിൽ പറയുന്നു, ഒരു സ്ഥലത്തും നേരുണ്ടാവില്ല. ഈ സാക്ഷാൽ കാന്തപുരം പറയുന്നു.
ഇത് കാമാരം എഴുതിയ പുസ്തകമാണ് മുഹമ്മദ് റസൂൽ, ജീവിത പ്രകാശം, സ്നേഹപ്രകീർത്തനം. ഇതിലും പറയുന്നു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലുണ്ടാവുകയില്ല. എത്ര പുസ്തകങ്ങൾ, ഒന്നും രണ്ടൊന്നല്ല, എണ്ണി പറയാൻ കഴിയും. ഇതേതാ പുസ്തകം? ഇത് കാന്തൂർ വിഭാഗത്തിന്റെ പാലക്കാട് ജില്ലയിൽ അവരുടെ സമുന്നതനായ നേതാവിന്റെ പുസ്തകമാണ്. അയാൾക്ക് വേറെ പ്രത്യേകത കൂടിയുണ്ട്. അയാൾ ജോലി ചെയ്ത സമയത്തൊക്കെ ജുമാഅന് മുമ്പ് നന്നായി പ്രസംഗിച്ച ആൾ കൂടിയാണ്. ഇപ്പത് ഹറാമാണല്ലോ. അതെനിക്ക് ശരിക്കും പേരൊക്കെ അറിയാം, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മാത്രം. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം മദീനയിലേക്കുള്ള വഴിത്താരാണ്. ഈ പുസ്തകത്തിലും വ്യക്തമായി പറയുന്നു അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലുണ്ടാവുകയില്ല. ലിഇസ്റാഖിഹി ലം തുശ്ഖിഫ ശംസു ലഹു വമിൻ ആജബിൻ ശഖ്ഫു വലാ യുശ്ഖിഫു ഇല്ലാ. ഇതൊക്കെ നോക്കിയിട്ട് പോരെ പേരോട് ധർമ്മ സഖാഫി? തന്റെ കയ്യിലുള്ള, അതല്ലെങ്കിൽ കാന്തപുരത്തിന്റെ കൈവശമുള്ള ആ മുടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശമാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഇല്ലാത്ത കുറെ വാദങ്ങൾ, സുന്നത്ത് ജമാഅത്തിന് കടകവിരുദ്ധമായ വാദങ്ങൾ. ഇപ്പൊ പറയുന്നെന്താ? നേലുണ്ടോ നോക്കാൻ പാടില്ല, കത്തിക്കാൻ പാടില്ല. അപ്പൊ പിന്നെ ചോദിച്ചു, നേരത്തെ ബഹുമാനനായ സലീം ബീസിയോട് പറഞ്ഞല്ലോ, നസീം റിയാദിന്റെ ഇബാറത്ത് വായിക്കുകയുണ്ടായി. നസീം റിയാദിൽ വ്യക്തമായി പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരികേശമാണോ അല്ലേ എന്ന് തർക്കമെന്നപ്പോ അത് തീരിട്ടപ്പോൾ പോലും തഹ്തരിക്കത് കരിഞ്ഞില്ലെന്ന് മാത്രമല്ല, മുമ്പുണ്ടായതിനേക്കാൾ ഭംഗിയായിട്ട് മുടി വന്നു.